മെമ്മറിയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കോണ്ടൻറ്റ് ഓവർലോഡ് സംഭവിച്ചു എന്നുള്ളതാണ്. കോണ്ടൻറ്റ് ഓവർലോഡാണ് നമുക്ക് എന്ത് കാണണം എന്ത് കാണണ്ട എന്നുള്ള ഒരു തിരിച്ചറിവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കോണ്ടൻറ്റ് ഓവർലോഡ്. ഈ കോണ്ടൻറ്റ് ഓവർലോഡ് വന്നാൽ എന്താ സംഭവിക്കുക? നമ്മുടെ മെമ്മറിയിലൂടെ ഈ സാധനങ്ങൾ കയറി ഇറങ്ങുന്നുണ്ടെങ്കിലും സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. ഈ അടുത്തിടെ എന്നെ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ഡിസ്കഷനിൽ ഇങ്ങനെ പറയായിരുന്നു, ഞാൻ കുട്ടിക്കാലത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അച്ഛൻ്റെ കൂടെ നടക്കാൻ പോകുന്നതും പല സ്ഥലത്ത് പോയതും. പക്ഷേ ഇന്നലെ കണ്ട സാധനങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, കാരണം കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രമേ പ്രോസസ്സ് ചെയ്യാനുള്ളൂ. അതിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബ്രെയിനിൽ അടുക്കി വെക്കാം. പക്ഷേ ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറ്റുക? കോണ്ടൻറ്റ് ഇങ്ങനെ കയറി ഇറങ്ങാന്നല്ലാതെ ഇതിനെ പ്രോസസ്സ് ചെയ്ത് അടുക്കി വെക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല. അതിനെയാണ് നമ്മൾ ശരിക്കും ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ, അല്ലെങ്കിൽ ഷാലോ ലേണിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ മെമ്മറി ലോസ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. കാരണം മെമ്മറിയെ നമ്മൾ ഇൻഫർമേഷനെ അടുക്കി വെച്ചില്ലെങ്കിൽ മെമ്മറി ലോസ് ഉണ്ടാവും. അപ്പോൾ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനുള്ള കാരണം, കുറവിനുള്ള കാരണം അതാണ്. ഇനി ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൻ്റെ പാർട്ടിൽ, ക്രിയേറ്റിവിറ്റിയും തിങ്കിങ് സ്കില്ലിൻ്റെയൊക്കെ പാർട്ടിൽ എഐക്കാണ് കുറച്ചും കൂടി പ്രാധാന്യമുള്ളത്. കാരണം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, നമുക്ക് പണിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ആളത് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ വാക്കോ അല്ലെങ്കിൽ ആ കാര്യങ്ങളോ നമുക്ക് ഓർത്തെടുക്കേണ്ടി വരില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയും എഐയും ചേർന്നിട്ടാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ഫ്ലിൻ എഫക്റ്റിനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രധാനപ്പെട്ട പങ്കും സോഷ്യൽ മീഡിയ റീവയർ ചെയ്ത് തന്നെയാണ്. പക്ഷേ എഐയും അതിനെ കൃത്യമായിട്ട് ആക്സിലറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് എങ്ങനെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒരു കത്തിയെടുത്ത് നിങ്ങൾക്ക് കുത്താനും പറ്റും, പഴങ്ങൾ മുറിക്കാനും പറ്റുമെന്ന് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ഇത് രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ അത് അമിതമാകുമ്പോൾ അമൃതും വിഷമാണ്.